എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഹരി. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ജെല്ലി മിഠായിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് വീട്ടിൽ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ് നമ്മൾ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ജെല്ലി റെസിപ്പി ഉണ്ടാക്കുന്നത്. ഇത് ഭയങ്കര എളുപ്പമായതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഫുഡ് റിവ്യൂസിൻ്റെയും വ്ളോഗ്സിൻ്റെയും പറ്റിയുള്ളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. BONAPPETIT വ്ളോഗ്സ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നപ്പം അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ അതിൻ്റെ ലിങ്ക് ഉണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും ഇതുവരെ ഇട്ട് തുടങ്ങിയിട്ടില്ല, 2-3 ദിവസം കഴിയുമ്പം ഇട്ട് തുടങ്ങുന്നതാണ് റെഗുലറായിട്ട്. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ അതിൻ്റെ ലിങ്ക് കൂടെ ഉണ്ട്, ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി, അതായത് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒരു റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അത് ദയവായി എല്ലാവരും ഒന്ന് അമർത്തണം. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തിയിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇനിയും നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്കിനി ജെല്ലി റെസിപ്പിയുടെ വീഡിയോ കാണാം. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അടുക്കളയിൽ ചെന്നിട്ട് ഒരു ചെറിയൊരു പാത്രം തിളപ്പിക്കാൻ വെക്കാം. അതിനുശേഷം അതിലേക്ക് 2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 240 ml കപ്പാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചൈന ഗ്രാസ് ആണ്. ചൈന ഗ്രാസ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും മേടിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് കേട്ടോ 47 രൂപയുള്ളൂ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത്. അപ്പോൾ ജെലാറ്റിനും യൂസ് ചെയ്യാം. ജെലാറ്റിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ 30 ഗ്രാമോളം ജെലാറ്റിൻ യൂസ് ചെയ്യുക. ചൈന ഗ്രാസ് ആണെങ്കിൽ ഇത് ഫുൾ അങ്ങ് എടുക്കുക, 10 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ ചൈന എന്ന് പറയുന്നുണ്ടെങ്കിലും ചൈന നിർമ്മിതമല്ല, ഇത് പൂർണ്ണമായിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണ്. പിന്നെ സംഭവം നോൺ വെജിറ്റേറിയൻ അല്ല, ഫുള്ളി വെജിറ്റേറിയൻ ആണ് ഈ ചൈന ഗ്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഇങ്ങനെ തിളച്ച് വരുമ്പം നമുക്കൊരു കപ്പിലേക്ക് ആ ചൈന ഗ്രാസ് എടുത്ത് മാറ്റാം. ആ ചൈന ഗ്രാസ് എന്നിട്ട് ആ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ തവി വെച്ചിട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതായത് തിളയ്ക്കുന്ന സമയത്ത് ആ ചൈന ഗ്രാസ് ഇങ്ങനെ ആ ഒരു വെള്ളത്തിൽ അലിഞ്ഞിങ്ങനെ ചേരണം. അപ്പോൾ അത്യാവശ്യം തിളച്ചിങ്ങനെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു കപ്പോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ ആവശ്യാനുസരണം മധുരത്തിനായിട്ട് ഇച്ചിരി കൂടുതൽ പഞ്ചസാര ചേർത്താലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് 1 കപ്പാണ് പഞ്ചസാര ചേർക്കുന്നത്. അതിനുശേഷം വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ജെലാറ്റിനും പഞ്ചസാരയും വെള്ളമൊക്കെ ഇങ്ങനെ തിളച്ച് വരും. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എന്താ വേണ്ടത്, നമുക്കൊരു നാരങ്ങ നീരെടുക്കണം. അതായത് ചെറുനാരങ്ങയുടെ ഒരു അല്ലി, ഒരു നാരങ്ങ എടുത്താലും കുഴപ്പമില്ല, അരമുറി നാരങ്ങ എടുത്താലും കുഴപ്പമില്ല. അത് നമ്മൾ ഈ നാരങ്ങ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക ജെല്ലിയുടെ ഇത് കഴിക്കുമ്പം ഒരു ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഗ്യാസ് ഇവിടെ ഫുള്ളി ഓഫ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചെറിയൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത് വെച്ചിരുന്ന ജെലാറ്റിൻ മിക്സർ ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് ആ ബൗളിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള കളറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യെല്ലോ ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലേവറും നിങ്ങൾക്ക് ചേർക്കാം, പൈനാപ്പിൾ ഫ്ലേവർ ചേർക്കാം, വാനില എസൻസ് ചേർക്കാം. അതിനുശേഷം കളർ ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫുഡ് ഫ്ലേവർ അല്ല ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മഞ്ഞ കളർ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ച കളർ ചേർത്ത് കൊടുക്കണം അതിലേക്ക്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ ബൗളിൽ എന്താ പറയുക നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ജെലാറ്റിൻ മിക്സർ ഉണ്ടല്ലോ, ആ ഒരു മിക്സറിലേക്ക് നമുക്ക് പച്ച കളറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ച കളറ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല പച്ച കളർ വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മൗൾഡാണ്. അപ്പോൾ മൗൾഡ് നമ്മൾ നേരത്തെ എന്താ പറയുക ബ്ലാക്ക് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ നേരത്തെ, ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ നേരത്തെ യൂസ് ചെയ്ത അതേ മൗൾഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നല്ല രീതിയിൽ എന്താ പറയുക അതിന് വിട്ടു പോകുന്നോളും ജെല്ലി. അപ്പോൾ പച്ച കളറെല്ലാം നമ്മൾ ഈ ഒരു മൗൾഡിൽ ഉപയോഗിച്ചു. അതിനുശേഷം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു മൗൾഡാണ്, പ്ലാസ്റ്റിക്കിൻ്റെ മൗൾഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ എടുത്ത ആ ഒരു സമയത്തെ മൗൾഡാണ്. അതിനുശേഷം എന്താ പറയുക നമ്മുടെ മഞ്ഞ കളറ് ഈ ഒരു മൗൾഡിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ കളറൊന്നും ചേർക്കാതെ വെറും പ്ലെയിൻ ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് കളറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പരുവവും നമുക്ക് എന്തായെന്നൊന്ന് നോക്കാം. അപ്പം ടോട്ടലി ഞാൻ എന്താ പറയുക നമ്മുടെ പച്ച കളറും മഞ്ഞ കളറും അതുപോലെ കളറില്ലാത്തൊരു കളറും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ട്രേയിലായിട്ട് ജെല്ലി ഇവിടെ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ നിങ്ങൾ ഒരിക്കലും ഫ്രീസറിൽ വെക്കില്ല, താഴെ വെക്കുക. ഒരു ഏകദേശം ഒരു 2 തൊട്ട് 3 മണിക്കൂർ വരെ. അപ്പോൾ നമ്മുടെ ജെല്ലി അടിപൊളിയായിട്ട് റെഡിയാവും. അപ്പോൾ നമുക്കൊരു 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 3-4 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടിയത് നോക്കാം. നമുക്കൊന്ന് അൺമോൾഡ് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇനി വേറൊരു ഓപ്ഷണലായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പഞ്ചസാര അതിൻ്റെ മീതേക്ക് ആ ഒരു ജെല്ലിയുടെ മീതേക്ക് ഇങ്ങനെ തൂക്കി കൊടുക്കാം. അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും, കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ജെല്ലി മിഠായി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടാ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും, നല്ല കിഡിലായിട്ട് റെഡി ആയിട്ടുണ്ട്. അതേ ഒരു ടെക്സ്ചറിലും ആ ഒരു മൗൾഡിൻ്റെ ഷേപ്പിലൊക്കെയാണ് നന്നായിട്ട് റെഡി ആയിരിക്കുന്നത്. കണ്ടാ, അപ്പോൾ നമ്മൾ പഞ്ചസാരയും കൂടെ കോട്ട് ചെയ്തുകൊണ്ട് നല്ലൊരു ടെക്സ്ചറാണ് ഇതിൽ വന്നത്. കഴിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളോട് എന്താ പറയുക ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഞാൻ ഒരു ജെല്ലി ഇവിടെ എടുക്കുന്നുണ്ട്, കഴിച്ച് നോക്കാം. അടിപൊളി. ആ പഞ്ചസാരയിലൊക്കെ കോട്ട് ചെയ്തപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ആ ജെല്ലി റെസിപ്പി. പഞ്ചസാര നിങ്ങൾ എന്തായാലും കോട്ട് ചെയ്യുക. ഈ ഒരു ജെല്ലി റെസിപ്പിയുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് ചെറിയായിട്ടൊരു പഞ്ചസാര ഒന്ന് തൂക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ആ ഒരു പഞ്ചസാരയുടെ മുന്നോട്ട് നിൽക്കുന്ന ടേസ്റ്റും നല്ല കിടിലാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്, ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പം അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.